ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലായില്ലേ, അയാൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ തുടരും പ്രത്യേകം പറയണ്ടേ, ഭൂതകാലം വർത്തമാനം പ്രത്യേകം അതിൻ്റെ ഭാവികാലം പ്രത്യേകിച്ച്. CPM നേതാവ് PK ശശിക്കെതിരായ പാർട്ടി നടപടി സാങ്കേതികമായി സ്ഥിരീകരിക്കാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശശിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നും അത്തരം വാർത്ത തെറ്റാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും, എന്നാൽ അങ്ങനെ ഒരു തീരുമാനം ശശിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല എന്നും, രാജിവെക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ തീരുമാനമാണെന്നും MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു. രാജിവെക്കുക എന്ന ആവശ്യം പാർട്ടി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും PK ശശി ജില്ലാ കമ്മിറ്റി അംഗം തന്നെയാണ്. രണ്ടാമത് നമ്മുടെ പാലക്കാട് സഖാവ് ശശിക്കെതിരെ നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഇന്നിപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് പറയണം. ഇല്ല, നിലവിലെ ചുമതലകളെല്ലാം തന്നെ അതേ രീതിയിൽ തുടരും. അതേപോലെ ഇപ്പോൾ തുടരും. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടാണ് തുടരും. ഇപ്പോൾ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗം. ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലായില്ലേ, അയാൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ തുടരും പ്രത്യേകം പറയണ്ടേ, ഭൂതകാലം വർത്തമാനം പ്രത്യേകം അതിൻ്റെ ഭാവികാലം പ്രത്യേകിച്ച്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന തിരുവനന്തപുരത്ത് വാർത്തകളുണ്ട്, അറിയാൻ വേണ്ടി. അറിയില്ല. അത് അദ്ദേഹം പാർട്ടി ആവശ്യപ്പെടണോ രാജിവെക്കാൻ? ഇല്ല, രാജിവെക്കേണ്ട കാര്യമില്ല. ഇല്ല. ജില്ലാ സെക്രട്ടറി യോഗങ്ങളിൽ നിരന്തരം പങ്കെടുക്കുന്നുണ്ടല്ലോ. പാർട്ടിയിൽ നിന്നൊരു ശുചീകരണം നടത്തുന്നതിന്റെ ഭാഗം അല്ല, പാർട്ടിക്കകത്ത് നിരന്തരമായ ശുചീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒന്നുമല്ല, തുടർച്ചയായ പ്രക്രിയയാണ്. അതിൽ ജില്ലാ കമ്മിറ്റിയിലൂടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലും പങ്കെടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. പരാതികളിലെല്ലാം വളരെ ഏത് പരാതി ഉണ്ടായാലും പരാതിൻ്റെ മേലെ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അതിൽ വിട്ടുവീഴ്ച. പക്ഷേ PK ശശിനെ മാറ്റിയിട്ടില്ല എന്നുള്ള സാങ്കേതികമായിട്ട് പറയേണ്ടതാണോ, അത് ഓർഡർ ഉത്തരവായിട്ടില്ല എന്നാണോ പാർട്ടി? അതാണോ? അല്ല, ഞാനിപ്പം പറഞ്ഞാൽ മനസ്സിലായി, മലയാളത്തിലല്ലേ പറഞ്ഞത്, ക്ലാരിറ്റി വേണ്ടി അതിനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ശശിന്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല. അതേസമയം പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ച ശശി ഇന്ന് രാജി സമർപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. മാത്രമല്ല, ശശിക്കെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത്. മണ്ണാർക്കാട് യൂണിവേഴ്സൽ സഹകരണ കോളേജിനായി പണം പിരിച്ചത് പാർട്ടിയെ അറിയിച്ചില്ല എന്നും, ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് ഗുരുതരമായ വീഴ്ചയാണെന്നും, ഇത് ഇടതുപക്ഷത്തിന് യോജിച്ചതല്ല എന്നുമായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന വിമർശനം. പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യക്തിഗത താൽപര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നും, സഹകരണ ബാങ്കുകളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും വിമർശനമുയർന്നിരുന്നു. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിലെ ഫണ്ട് തിരിമറിയും സഹകരണ സ്ഥാപന നിയമങ്ങളിലെ ക്രമക്കേടുമാണ് ശശിക്കെതിരെ ഉയർന്നു വന്ന മറ്റ് ആരോപണങ്ങൾ. CPM നേതാക്കളായ പുത്തലത്ത് ദിനേശൻ, ആനാവൂർ നാഗപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ശശിയെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയോട് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ടൊരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. അത്തരമൊരു തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വരാത്തത് മൂലമാണ് MV ഗോവിന്ദൻ മാഷിന് പോലും ഇത്തരമൊരു പ്രതികരണം നടത്തേണ്ടി വന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ശശിയുമായി ബന്ധപ്പെട്ട വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത്. ശശി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും വാർത്തകൾ നിറഞ്ഞു നിന്നു. PK ശശിക്കെതിരെ അച്ചടക്ക നടപടി, ഇനി പാർട്ടിയുടെ വെറും അംഗം മാത്രം എന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്ന വാർത്ത. മറ്റ് വാർത്തയുമായി ബന്ധപ്പെട്ട തലക്കെട്ടുകൾ പരിശോധിക്കുമ്പോൾ, പാർട്ടി ഫണ്ട് തിരിമറി PK ശശിയെ എല്ലാ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യും, സാമ്പത്തിക ക്രമക്കേട് PK ശശിക്കെതിരെ അച്ചടക്ക നടപടി, പാർട്ടിയിലെ കരുത്തനായ PK ശശിക്കെതിരായ നടപടിയിലൂടെ പാലക്കാട്ടെ CPMൽ വീണ്ടും വെട്ടിനിരത്തൽ, ഇങ്ങനെ തുടങ്ങുകയാണ് ഓരോ മാധ്യമങ്ങളിലും വന്ന വാർത്ത. മാത്രമല്ല, ഇന്ന് രാവിലെ വന്ന പത്രങ്ങളിൽ പോലും അദ്ദേഹത്തെ സ്ഥാനമാനങ്ങളിൽ നിന്നെല്ലാം തന്നെ നീക്കം ചെയ്തു എന്ന വാർത്തകളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാർത്തകളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. എന്നാൽ അതേസമയം തന്നെ പാലക്കാട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ പോലും പലതരത്തിലുള്ള പിരിമുറുക്കങ്ങളും നടക്കുന്നുണ്ട്. PK ശശിക്കെതിരെ ആദ്യമായിട്ടല്ല അച്ചടക്ക നടപടി വരുന്നത് എന്നുള്ളതും അതിലെ ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ PK ശശി നേരിട്ട് രാജിവെക്കാൻ എത്തുന്നു എന്ന വാർത്തകളും ശ്രദ്ധേയം തന്നെയാണ്. പത്രമാധ്യമങ്ങളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ ഇത്ര വലിയ ആരോപണം ഉന്നയിക്കുമ്പോഴും, ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ തെളിവുകൾ നിരത്തി ഇത്തരമൊരു ശുപാർശ വയ്ക്കുമ്പോഴും ഇതുവരെയും സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. MV ഗോവിന്ദൻ മാഷും ഇതുവരെയും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്നും തെളിവുകൾ നിരത്തി പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.